എൻ്റെ ഈ കോഴിക്കോട് സ്ലാങ് വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ? ഓക്കെ, ഞാനിപ്പോൾ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനം മേടിക്കാനാണ്. വേറെ ഒന്നല്ല, പെയിൻറ്റാണ്. അപ്പോൾ എനിക്ക് പെയിൻറ്റിങ്ങിനോട് ഇഷ്ടം തോന്നിയത് എൻ്റെ ചേച്ചി ചെറുപ്പം മുതലേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടെ ഇരുന്ന് ഞാൻ കുറേ വരച്ച് നോക്കിയിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ വലിയ ആർട്ടിസ്റ്റൊന്നും അല്ലേ ഇനി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ അത് സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് അപർണ കുറേ ട്രൈ ചെയ്യുന്ന കണ്ടു. അങ്ങനെ അവൾ ചെയ്യുന്ന പോലെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ മെയിനായിട്ട് വരയ്ക്കുന്നത് ഇങ്ങനെ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെയാണ് മെയിനായിട്ട് വരയ്ക്കാറ്. എൻ്റെ ഇമാജിനേഷൻ കഴിവൊക്കെ ഭയങ്കര പൊട്ടയാണ്. അതുകൊണ്ട് ഞാൻ അത് ട്രൈ ചെയ്യാറില്ല. മെയിനായിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അതാണ് ഞാൻ മെയിനായിട്ട് ട്രൈ ചെയ്യാറ്. അതിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴും ആ പെയിൻറ്റ് പിന്നെ നമ്മൾ അടിപൊളിയായി കാണുമ്പോഴും എനിക്ക് കാണുമ്പോൾ അടിപൊളിയായി തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അത് മേടിക്കാനായിട്ട് ഇന്നൊന്ന് താഴേക്ക് ഇറങ്ങിയതാണ്. ആമസോൺകാരൻ ചതിച്ച്, അതുകൊണ്ട് എന്നെ പുറത്തേക്ക് ഇറക്കി. ഞാനിതാ ഗേറ്റിൻ്റെ അടുത്ത് അത് മേടിക്കാൻ പോവാണ്. അതിനിടയിൽ ഞാൻ സെപ്റ്റോയിൽ കുറച്ച് ലഡുവും പിന്നെ സോനാപ്പപ്പടിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അയാളുടെ അടുത്ത് നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ, സെപ്റ്റോക്കാരൻ്റെ അടുത്ത് നിന്ന് പാക്കൊക്കെ മേടിച്ച് നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വിട്ട് അവിടെയാണ് പാർസലൊക്കെ വെക്കുക. സാധാരണ അത് ഡോർ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ടുതരുന്നതാണ്. പക്ഷേ ഇന്ന് ഒരു പാർസലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച്. അങ്ങനെ അവരുടെ അടുത്ത് റൂം നമ്പറൊക്കെ പറഞ്ഞ് സാധനം കയ്യിലേക്ക് ഇതാ കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ മനോഹരമായ ഫ്ലാറ്റ്. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നടക്കാനും ഒക്കെ നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോട്ടെ, റൂമിൽ പോയിട്ട് വേണം ഇതെന്താണ് ഓർഡർ ചെയ്ത സാധനം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ. ഓക്കെ ഗൈസ്, അങ്ങനെ റൂമിലെത്തി. ഇതാ ഞാൻ കുറച്ച് ചെറിയുള്ളി മേടിച്ചിട്ടുണ്ട്. കുറച്ച് സാമ്പാറിനൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ആകുമ്പോൾ തോല് കളഞ്ഞത് കിട്ടും. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു വലിയ സോനാപ്പപ്പടി. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് മധുരപ്പേട അതും മേടിച്ചു. പിന്നെ കുറച്ച് തൊലി കളയാത്ത ഉള്ളിയും കൂടി മേടിച്ചു. അതായിരുന്നു സെപ്റ്റോക്കാരൻ്റെ അടുത്ത് മേടിച്ചത്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പാക്കറ്റ്. ഓക്കെ, അത് പൊളിക്കട്ടെ. ടടാങ്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. സംഭവം ഞാൻ ഉദ്ദേശിച്ചത് ആക്രിലിക് പെയിൻ്റ് ആയിരുന്നെങ്കിലും ഞാൻ ഓർഡർ ചെയ്തത് വാട്ടർ കളറായിപ്പോയി. കുഴപ്പമില്ല, പൊളിച്ചു നോക്കാം. അങ്ങനെ ഗൈസ്, ഞാൻ വീണ്ടും ചതിക്കപ്പെട്ടു. ഈ ട്യൂബ് നോക്ക്, എൻ്റെ വിരലിൻ്റെ അത്ര പോലും ഇല്ല ഈ ട്യൂബ്. അത് ഭയങ്കര ചെറുതാണ്. നോക്കൂ, ഭയങ്കര ചെറുതാണ്. സാരില്ല, തൽക്കാലം ഇപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ ആയാലും കളർ മേക്ക് മീ ഹാപ്പി.